ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ കാർക്കശ്യം പൊതുജീവിതത്തെ ഭയാനകതയിലേക്ക് നയിച്ചു. ഇന്ദിരാഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും ഒക്കെ ഭീകരതയുടെ പര്യായമായിരുന്നു. പറയുന്നത് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായ ശശി തരൂരാണ്. ദീപിക ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിലാണ് വലിയ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ചു കാലമായി കോൺഗ്രസിന് അനഭിമതനായി മാറിക്കൊണ്ടിരിക്കുന്ന തരൂര് ഇത്തരത്തിൽ അടിയന്തരാവസ്ഥയെ വിമർശിച്ചു എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഞെട്ടലുണ്ടാക്കുന്ന കാര്യമല്ലേ? അല്ല, അതിനകത്ത് എനിക്ക് വലിയ ഞെട്ടൽ തോന്നിയില്ല. കാരണം ശശി തരൂര് ആദ്യമായിട്ടല്ല, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ നിശ്ചിതമായിട്ട് വിമർശിച്ച രീതിയിലുള്ള പുസ്തകം എഴുതിയിരിക്കുന്നത് അത് ശശി തരൂരാണ്. കാരണം സാമാന്യ ബോധമുള്ള ഒരു ആൾക്കും പുസ്തകം വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ സപ്പോർട്ട് ചെയ്യാൻ സാധ്യമല്ല. ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുക? അത് സാമാന്യ ബോധമില്ലാത്തവർക്ക് മാത്രമേ സാധ്യമാവുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരിൽ പലരും ഒളിഞ്ഞും തെളിഞ്ഞും ഇന്ദിരാഗാന്ധിക്കെതിരായിട്ട് വ്യക്തിപരമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ പരസ്യമായിട്ട് സംസാരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് മറ്റേ കെ മുരളീധരൻ്റെ അച്ഛനെ അടങ്ങുന്ന ആളുകൾ ഒരുപാട് കാര്യം അവർ ഈ അലൂമിനിയം പെട്ടിയിൽ നിന്നും മദാമെന്നൊക്കെ വിളിക്കാനുള്ള കാരണം പ്രധാനമായിട്ട് അതാണ്. കാരണം കോൺഗ്രസിൻ്റെ ഏകാധിപത്യപരമായ സ്വഭാവത്തെക്കുറിച്ചിട്ട് വലിയ ശക്തമായിട്ടുള്ള എതിർപ്പുള്ള നിരവധി ആളുകൾ കോൺഗ്രസിനകത്തുണ്ട്. പക്ഷെ അവർ പലരും തൻ്റെ സ്ഥാനമാനങ്ങൾ മോഹിച്ചുകൊണ്ട് പറയുന്നില്ല. ശശി തരൂർ ഈ സമയത്ത് അല്പം വ്യത്യസ്തനായിട്ട് പറഞ്ഞു എന്നുള്ള മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. കാരണം ശശി തരൂർ പറയുന്ന അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്നതിനും ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് പറയുന്നു വസ്തുനിഷ്ഠമാണ്. ഞാൻ ലേഖനം വായിച്ചതാണ്. അടിയന്തരാവസ്ഥയുടെ പാഠം ഉൾക്കൊണ്ടെന്നാണ് ലേഖനത്തിൻ്റെ പേര്. 21 മാസക്കാലത്തോളം ഇന്ത്യയിൽ നടപ്പാക്കിയ അടിയന്തരാവസ്ഥ. ഇന്ദിരാഗാന്ധിക്ക് എവിടെ നിന്ന് ജനാധിപത്യത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നത്? ഇന്ദിരാഗാന്ധി ജനാധിപത്യത്തിലേ വിശ്വാസമില്ലാത്ത സ്ത്രീയാണ്. അവര് 2-3 കാരണങ്ങൾ അവരെ കുറിച്ച് പറയാം. ഒന്ന്, അവർക്ക് ജനാധിപത്യത്തിൽ വിശ്വാസമില്ല. ഒന്ന്, കഴിവുകെട്ട സ്ത്രീയാണ്. എനിക്കൊരു സംശയമില്ല. ഒന്നാന്തര അഴിമതിക്കാരിയാണ്. മികച്ച ഫാസിസ്റ്റാണ്. ഇതെല്ലാം ഇന്ദിരാഗാന്ധിയാണെന്ന് പറഞ്ഞത് ശശി തരൂർ മാത്രമൊന്നുമല്ല. ഇവര് ഫാസിസ്റ്റ് എന്ന് ആദ്യം വിളിച്ചത് അവരുടെ ഭർത്താവാണ്. 1959 ഇന്ത്യൻ പാർലമെന്റിൽ വെച്ചിട്ടാണ് പറഞ്ഞത് യു ആർ എ ഫാസിസ്റ്റ് എന്ന് പറഞ്ഞത്. അവരുടെ ഭർത്താവായിട്ട് ഫിറോസ് ഗാന്ധിയാണ്. വേറെ ആരും പറഞ്ഞല്ല. അവരെ അങ്ങനെ റായ്ബറേലി മണ്ഡലത്തിൽ നിന്ന് പുള്ളി ജയിച്ചത്. അദ്ദേഹം അവസാന കാലത്ത് ഇന്ദിരാഗാന്ധിക്കെതിരായിരുന്നു, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെതിരായിരുന്നു. ഈ കുടുംബത്തിൻ്റെ അന്തഛിദ്രത്തിൻ്റെ വലിയ തുടക്കം കുറിക്കുന്നത് ഫിറോസ് ഗാന്ധിയാണ്. അതിന് കാരണം ഇന്ദിരാഗാന്ധിയുടെ ഫാസിസ്റ്റ് നടപടികൾ തന്നെയായിരുന്നു. ഇവർ ഒന്നാന്തര അഴിമതിക്കാരിയാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണം ഒരു ബാങ്കിൽ നിന്ന് ഒരാളുടെ ടെലിഫോൺ കോളിന് പുറത്ത് 60 ലക്ഷം റുപ്യ വിഡ്രോ ചെയ്യാൻ പറയുന്നത് പാർലമെന്റ് സ്ട്രീറ്റിലുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബാങ്കിൽ നിന്നാണ്. ഇത് ഇന്ദിരാഗാന്ധി ചെയ്തതാ. ഇവർ അഴിമതിക്കാരിയാണ്. ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ അഴിമതിക്കാരുടെ ഒരു 10 പേരെ പേരെടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എനിക്കൊരു സംശയമില്ല, ഒരു പേര് ശ്രീമതി ഇന്ദിരാഗാന്ധി എന്നുള്ളതാണ്. അപ്പൊ അതിൻ്റെയൊക്കെ പേര് ഇവർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു. ഇപ്പൊ ശശി തരൂരിന്റെ പാഠം ഉൾക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഏറ്റവും വലിയ പ്രശ്നമുള്ളത് ഇവർക്ക് ജനാധിപത്യത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ ആദ്യം ആരെയൊക്കെയാണ് അറിയിക്കേണ്ടത്? ഇപ്പൊ ചിലർ പറയുന്നു കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറായിട്ടുള്ള ശശി തരൂർ ഇങ്ങനെയൊക്കെ പറയാമെന്ന്. ഈ പറയുന്ന കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയുടെ തീരുമാനമാണോ അടിയന്തരാവസ്ഥ എന്നുള്ളത്? അല്ലല്ലോ. കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാര് ആയിരുന്ന അന്നത്തെ നേതാക്കന്മാർക്ക് എന്നായി അടിയന്തരാവസ്ഥ അറിഞ്ഞത്? 1975 ജൂൺ മാസം 25-ാം തീയതി അർദ്ധരാത്രി 11:45 ഇന്ത്യൻ രാഷ്ട്രപതിയുടെ മുമ്പിലേക്ക് കടലാസ് കൊണ്ട് കൊടുക്കുന്ന സമയത്ത് രാഷ്ട്രപതി പോലും അറിഞ്ഞിട്ടില്ല. അത് ആ പുള്ളി ഒപ്പിട്ട് കൊടുക്കുകയാണ്. അതുകൊണ്ട് അബുവിന്റെ ഒരു കാർട്ടൂണിനെ സംബന്ധിച്ച് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നിരുന്നു. ഇഫ് എനിത്തിങ് എൽസ് എന്നാണ് ചോദിക്കുന്നത്. ഇനി എന്തെങ്കിലും ഒപ്പിടാനുണ്ടോ എന്ന് ചോദിക്കുന്നത്. വാട്ട്സപ്പിൽ കിടന്നുകൊണ്ട് അത്രയ്ക്കും ഒരു ദയനീയനായിരിക്കുന്ന ഒരു രാഷ്ട്രപതിയാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ആ പുള്ളിക്ക് ഇവര് നല്ല ഭയമാണ്. അതുകൊണ്ടാണ് ഇവരെ സെക്രട്ടറി കൈവശം ഇവർ കൊടുത്തയച്ചേ. ആ സെക്രട്ടറിയുടെ കൈവശം കൊടുത്തയച്ചിട്ടുള്ള ഹക്സറ കൊണ്ടുവന്ന എൻ്റെ ഓർമ്മ, PN ഹക്സർ. അതിന്റെ താഴത്ത് ഈ പുള്ളി അങ്ങ് ഒപ്പിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ 8 മണിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ സ്പെഷ്യൽ യോഗം ചേർന്നിട്ടാണ് ഇത് അംഗീകരിക്കുന്നത്. അപ്പൊ ഇന്ദിരാഗാന്ധിക്ക് എവിടെ നിന്ന് ജനാധിപത്യം ഉള്ളത്? ഇന്ദിരാഗാന്ധിക്ക് ജനാധിപത്യത്തിൽ വിശ്വാസമുണ്ടോ? ലെജിസ്ലേറ്ററിൽ അവർക്ക് വിശ്വാസമുണ്ടോ? കേന്ദ്രത്തിന് മന്ത്രിസഭയിൽ അവർക്ക് വിശ്വാസമുണ്ടോ? അവർക്ക് കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ അവർക്ക് വിശ്വാസമുണ്ടോ? ഒരു വിശ്വാസവും ഇല്ല. അങ്ങനെയാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അപ്പൊ ശശി തരൂർ എഴുതിയിരിക്കുന്നത് അത് തന്നെയാണ്. ഇതിന്റെ പാഠം വേണമെന്ന് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ജനാധിപത്യത്തെക്കുറിച്ചുള്ള ഇന്ദിരാഗാന്ധിയുടെ സങ്കല്പങ്ങള് വികലമായിട്ടുള്ള സങ്കല്പങ്ങളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന്റെ ചൂട് പിടിച്ച് മകൻ സഞ്ജയ് ഗാന്ധി ചെയ്തത് എത്രയോ പേരെയാണ് വന്ധ്യംകരിച്ചത്. അപ്പം ഈ പറയുന്ന ശശി തരൂര് സഞ്ജയ് ഗാന്ധിയുടെ തെറ്റായ പ്രവണതകളെ തുറന്നു കാണിക്കുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ തകർക്കുക എന്നൊരു ലക്ഷ്യം കൂടെ അല്ല. കോൺഗ്രസ് ഒരു തകരേണ്ട പ്രസ്ഥാനമാണ്. കാരണം ഇത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഈ പറയുന്ന കോൺഗ്രസിന് ഒരു പങ്കുമില്ല.
ഇത് 1969 VV ഗിരിയെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയുള്ള കോൺഗ്രസ് ആണത്. ഇന്ദിരാ കോൺഗ്രസ് എന്നാണ് അതിന്റെ പേര്. ആ ഇന്ദിരാ കോൺഗ്രസ് ആണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസേ അല്ല. അതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിട്ടുള്ള ബന്ധം കടലും കടലാടിയും തമ്മിലുള്ള ബന്ധമാണ് അതിനകത്തുള്ളത്. അതുകൊണ്ടാണ് ഇദ്ദേഹം അത് പറഞ്ഞത്. ഇപ്പൊ സഞ്ജയ് ഗാന്ധിയുടെ വീരകൃത്യങ്ങൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. സഞ്ജയ് ഗാന്ധിക്ക് ഇന്ത്യയിൽ ആകപ്പാടെ 8 ലക്ഷം പേരെയാണ് അദ്ദേഹം വന്ധ്യംകരിച്ചതെന്നാണ് പറയുന്നത്. അനധികൃതമായ റിപ്പോർട്ട്. സർക്കാർ കണക്കുകൾ അത് 80,000 പേരെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വന്ധ്യംകരിച്ചതിന്റെ രസകരമെന്നല്ല അതിഭീകരമായിട്ടുള്ള ചില സംഭവങ്ങളുണ്ട്. അവിടെ ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഒക്കെ അവിടെ ബസ്സുകൾ തടഞ്ഞിടും. ആ ബസ്സുകൾ തെരഞ്ഞെടുത്തിട്ട് ചെറുപ്പക്കാരായിരിക്കുന്നത് എന്ത് പേര് സിനു, ആ താഴേക്കിറങ്ങ്, എത്ര വയസ്സായി, 26 വയസ്സ്, എന്ന വന്ധ്യംകരിക്കാൻ വിട്ടേക്ക്. അങ്ങനെ ചെറുപ്പക്കാരായിരിക്കുന്ന 3 പേര്, 3 തുടങ്ങി 10 പേര് വരെ വരുന്ന ആളുകളെ ബസ്സിൽ നിന്ന് പിടിച്ചിറക്കിയിട്ട് സഞ്ജയ് ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും കിങ്കരന്മാരായിരിക്കുന്ന ആളുകൾ പിടിച്ചു നിർത്തി സ്റ്റെറിലൈസ് ചെയ്യാൻ കൊണ്ടതിന്റെ ചരിത്രങ്ങളൊക്കെ ഇന്ന് ഇന്ന് ലഭ്യമാണ്. ഇന്ന് പുസ്തകങ്ങൾ ലഭ്യമാണ് ഇത്തരം കാര്യങ്ങൾ. എത്രയോ ആളുകളെ വന്ധ്യംകരിച്ചിരിക്കുന്നു. അതിന്റെ ഫലമായിട്ട് അവിടെ മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലൊക്കെ ചെയ്തത് വന്ധ്യംകരണ കേന്ദ്രം ജനങ്ങൾ തീയിട്ട് നശിപ്പിച്ചു കളഞ്ഞു. ഇന്ന് മാത്രമല്ല, ഒരു ഡോക്ടറുടെ ലിംഗം ഛേദിച്ച് കളഞ്ഞിട്ടുണ്ട്. ഒരു ഡോക്ടറെ പിടിച്ചു നിർത്തിയിട്ട് ജനങ്ങള് വന്ധ്യംകരിക്കാമെന്ന ഡോക്ടറെ. ഇതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവന്നു സഞ്ജയ് ഗാന്ധി. അതിലൊന്നെന്ന് വെച്ചാൽ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് സ്റ്റൈപ്പൻഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവരുടെ അച്ഛൻ, ഈ കുട്ടിയുടെ അച്ഛൻ സ്റ്റെറിലൈസ് ചെയ്തിരിക്കണം, എന്ന് വെച്ചാൽ വന്ധ്യംകരിച്ചിരിക്കണം. ഇത് എവിടുത്തെ നിയമമായത്? അതുപോലെ തന്നെ ബീഹാറില് ഒറീസയിൽ ജോലിക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥി, ചെറുപ്പക്കാരൻ, അയാൾ വന്ധ്യംകരിച്ചിരിക്കണം. ഇയാൾ കല്യാണം കഴിച്ചു എന്നുള്ള പ്രശ്നമല്ല, ഇയാൾക്ക് കുട്ടികളുണ്ടെന്നുള്ള വിഷയമല്ല. ഏതൊരു ചെറുപ്പക്കാരനെ കണ്ടാലും സഞ്ജയ് ഗാന്ധിക്ക് ആദ്യം തോന്നുന്നത് ഇവനെ നല്ല തടിമെടുക്കണ്ടല്ലോ എന്നാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ കോൺഗ്രസിലെ നേതാക്കന്മാർക്ക് ആർക്കെങ്കിലുമൊക്കെ കുട്ടികളില്ലാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം അവരൊക്കെ വന്ധ്യംകരിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ ശശി തരൂർ എടുക്കുന്ന നിലപാടുകൾ കോൺഗ്രസിൻ്റെ ഈ അടിയന്തരാവസ്ഥയ്ക്ക് എതിരായിട്ടുള്ള നിലപാടുകൾ, ഇത് ഇത്രയും കാലം മറ്റുള്ളവരൊക്കെ തള്ളി പറഞ്ഞാണ്. പക്ഷേ ശശി തരൂർ അത്ര ഒരു നിലപാട് എടുക്കുക എന്ന് പറഞ്ഞാൽ വരുന്ന തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ ഉണ്ട്. ഇതിൽ കോൺഗ്രസിൻ്റെ പതനം പൂർത്തീകരിക്കുക എന്നുള്ളൊരു ലക്ഷ്യമായിരിക്കും. ഈ ലക്ഷ്യമല്ല, സത്യം തുറന്നു പറയണമെന്ന് എല്ലാവർക്കും ഏതെങ്കിലും കാലത്ത് തോന്നും. അങ്ങനെ ശശി തരൂരിന് തോന്നിയെന്ന് വിചാരിച്ചാൽ മതി. ആ ശശി തരൂർ സത്യം തുറന്നു പറയുന്ന സമയത്ത് പൊള്ളലേൽക്കുന്നത്, ഞെട്ടലേൽക്കുന്നത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ്, KPCC പ്രസിഡന്റിനാണ്, ഇവിടുത്തെ പ്രതിപക്ഷ നേതാക്കന്മാർക്കാണ് അതിന്റെ പൊള്ളലേൽക്കുന്നത്. അതേപോലെ തന്നെ MM ഹാസനെ പോലുള്ളവർക്കാണ്. ഇവരൊക്കെയാണ് ഇത്തരത്തിൽ ക്രൂര കൃത്യങ്ങൾക്ക് വേണ്ടി കൂട്ടുനിന്നവരാണ്. ഇവരൊക്കെയാണ് ആളുകൾ പിടിച്ച് കാണിച്ചു കൊടുത്തവരാണ്. ഇവരെ കൊണ്ടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ആളുകൾ കൂട്ടിയത്. ഞാൻ വേറെ ചെറിയ എക്സാമ്പിൾ പറഞ്ഞാല്, ആലപ്പുഴ ജില്ലയിൽ കൗസ്തുഭ് എന്ന് പറയുന്ന ഒരു മിനി തടങ്കൽ പാളയം ഉണ്ടായിരുന്നു. ആ മിനി തടങ്കൽ പാളയത്തിൽ ആളുകൾ ഇടിച്ച് ചതയ്ക്കും അവിടെ ഇട്ട്. ആ സമയത്ത് അവിടെ ടെലിഫോൺ തച്ചരി പ്രഭാകരൻ എന്ന് പറയുന്ന അന്നത്തെ DCC പ്രസിഡന്റ് ഉണ്ട്. മഹാവൃത്തിയേട്ടവനാ അയാള്. കേരളത്തിന് ധനകാര്യവകുപ്പ് മന്ത്രിയായിരുന്നു അയാൾ. ആ സമയത്ത് അവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ടെലിഫോൺ ചെയ്തിട്ട് ഫോൺ ഇറക്കി താഴ്ത്തു വെക്കണമെന്ന്. എന്തിനാണെന്നറിയാമോ? ഈ ഇടി കൊണ്ട് കരയുന്ന ആളുടെ കരച്ചിൽ കേൾക്കാൻ വേണ്ടിയിട്ട്. ഇത് കേരളത്തിലാണെന്ന് സംഭവമാണ്. തച്ചടി പ്രഭാകരൻ അയാള് ടെലിഫോൺ ചെയ്ത് നടത്തിയുള്ള സംഭവമാണ്. ഈ തരം നിരവധി സംഭവങ്ങൾ. അതുപോലെ തന്നെ എനിക്കറിയാവുന്ന എടപ്പള്ളി വലിയൊരു കരുതൽ തടങ്കൽ പാളയമുണ്ട്, മേജർ തടങ്കൽ പാളയം എന്ന് തന്നെ പറയാം. അവിടെ ഇടിക്കുന്ന ആളുകളുടെ കരച്ചിലിന് ശബ്ദം കേൾക്കണം എന്ന് പറഞ്ഞ ആളാണ് ജയറാം പടിക്കൽ. അയാൾ പിൽക്കാലത്ത് DGP കേരളത്തിന്റെ. ഈ തരം ഒരുപാട് ക്രൂരതകൾ ഇവർ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ഇപ്പോൾ ഈ ക്രൂരതയൊക്കെ ഉണ്ട്, ഇതെല്ലാം ഇപ്പോൾ തുറന്നു കാട്ടുകയാണ്. ഇവിടെ ഒരു സംഭവം എന്ന് പറയുന്നത്, ശശി തരൂർ ലേഖനം എഴുതിയത് ദീപിക ദിനപത്രത്തിലാണ്. എന്തുകൊണ്ട് മറ്റു പത്രങ്ങളെ മാറ്റി ദീപികയിൽ ഒരു ലേഖനം എഴുതുന്നു? അതിനകത്തൊരു പൊളിറ്റിക്സ് ഇല്ലേ? അതിനകത്തൊരു പൊളിറ്റിക്സ് ഉണ്ട്. കാരണം അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ട് സത്യസന്ധമായ നിലപാട് സ്വീകരിച്ച ദിനപത്രങ്ങളെന്ന് വളരെ അപൂർവമായിരുന്നു. ഒന്ന് ജന്മഭൂമി, കേസരി വാരിക, കുറച്ചൊക്കെ കാണിച്ച് ദേശാഭിമാനി ദിനപത്രം, അത് കഴിഞ്ഞാൽ കുറച്ചും കൂടി കാണിച്ചത് ദീപിക പത്രം മാത്രമാണ്. ബാക്കിയുള്ള ഇവിടുത്തെ പത്രമുത്തശ്ശിമാരൊക്കെ ഇല്ലേ, ഇവരൊക്കെ അടിയന്തരാവസ്ഥ കയറാൻ മൂടിയുള്ളവരാണ്. അവർക്കൊന്ന് പത്രത്തിന്റെ 1-ാം പേജിനകത്ത് ചെറിയൊരു ബോക്സ് ന്യൂസ് കൊടുത്തിരുന്നു, നാവടക്കൂ പണിയെടുക്കൂ, അച്ചടക്കം ക്രമസമാധാന പാലനത്തിന് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് വലിയ വലിയ ക്യാപ്ഷൻ കൊടുത്തിരുന്നു. എന്നിട്ട് ഇന്ദിരാഗാന്ധിയുടെ പേര് താഴ്ത്തു കൊടുക്കുകയും ചെയ്യും. അത് കൊടുത്ത്, കാരണം അന്ന് ആ കാലത്ത് പത്രങ്ങൾക്ക് സെൻസർഷിപ്പ് ഉണ്ടായിരുന്നു. ഞാൻ കണ്ടിരുന്നേ, എറണാകുളം കളക്ടറുടെ അവിടുത്തെ കളക്ടർ ഓഫീസിൽ അവിടെ കാത്തു നിൽക്കുന്ന, അന്ന് കളക്ടറേറ്റ് എൻ്റെ ഓർമ്മയുള്ളത് നമ്മുടെ ഈ താലൂക്കിണ്ണിന് ഇതിൻ്റെ അടുത്താണ്, എറണാകുളത്ത്. അവിടെ നിൽക്കുന്ന പത്രമുത്തശ്ശിമാരുടെ പ്രധാനപ്പെട്ട എഡിറ്റർമാർ ഞാനവിടെ ക്യൂ നിൽക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ.
എന്തിനാണെന്നറിയാമോ? ആ അന്നത്തെ ദിവസത്തെ പത്രം വായിച്ച് കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ സൂപ്രണ്ടിനെ വായിച്ച് കേൾപ്പിക്കണം. എന്നിട്ട് ആ സൂപ്രണ്ടിന് അതിൻ്റെ താഴത്ത് ഉപ്പിട്ട് കൊടുക്കും. അങ്ങനെ ഉപ്പ് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടാണ് പത്രം അച്ചടിച്ചിരുന്നത്. അങ്ങനെയുള്ള പത്രമാരണ നിയമം ഉണ്ടായിരുന്ന നാടാണ് ഇന്ത്യ. ഇതാണ് ശശി തരൂർ പറയുന്നത്. പത്രമാരണ നിയമം ഉണ്ടാവുന്നു, ജനാധിപത്യത്തിൽ വിശ്വാസമില്ല. ഇതിനകത്ത് ആദ്യം വേറെ കൊണ്ട് പറയുന്നുണ്ട്, കോടതി പോകുന്നത് ജനാധിപത്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. കോടതി എന്നൊരു സാധനമുണ്ട്. എന്താ, കോടതിയിൽ അന്നത്തെ ജഡ്ജിമാരുടെ പേരുണ്ട്. ആ ജഡ്ജിമാരിൽ 5 അംഗ ബെഞ്ചിൽ, ഫുൾ ബെഞ്ചിലാണ് ഈ മൗലിക അവകാശങ്ങളെ കുറിക്കുന്ന ചർച്ച വന്നു. ഉടനെ 4 പേരും 4 ജഡ്ജിമാരും കൂടി കൂട്ടി ഏറമൂളികളാണ് 4 ഈ 4 കൂടി ഒരു വിധി പ്രഖ്യാപിച്ചു. ഞങ്ങൾ അവിടെ മൗലികാവകാശങ്ങൾ സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്, അടിയന്തരാവസ്ഥയാണ്. അതിനെ വിമർശിച്ച ഒരേ ഒരാളുണ്ടായിരുന്നത് ജസ്റ്റിസ് ഖന്ന മാത്രമാണ്. ഫലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റിസ് ഖന്നയുടെ സീനിയറിറ്റി മറികടന്നുകൊണ്ട് മറ്റൊരു ജഡ്ജി ഇവർ സുപ്രീം കോടതിയിൽ ജഡ്ജിയാക്കി. അങ്ങനെ ഏറാൻ മൂളികളായിരുന്ന ഹൈക്കോടതി, സുപ്രീം കോടതി ജഡ്ജിമാർ തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ആര് മരിച്ചാലും ഈ പറയുന്ന കോടതിയിൽ ചോദ്യം ചെയ്യാൻ സാധ്യമല്ല. കോടതി എന്നെ സംബന്ധിക്കുന്ന ഒരു ഉത്തരവും പറയില്ല. അങ്ങനെയായിരുന്നു ഇന്ത്യയിലെ ജഡ്ജിമാരും, അതായത് ജുഡീഷ്യറി അങ്ങനെയായിരുന്നു, ലെജിസ്ലേറ്റർ അങ്ങനെയായിരുന്നു, അതേപോലെ തന്നെ മറ്റുള്ള ബ്യൂറോക്രാറ്റ്സ് അങ്ങനെയായിരുന്നു. എല്ലാവരെയും സംബന്ധിച്ചും അടിയന്തരാവസ്ഥയെ ഭയപ്പെട്ടിരുന്നു. അതാണ് ശശി തരൂർ പറയുന്നത്. ശശി തരൂർ പറയുന്നത് ഇതൊരു പാഠമാണ്. 21 മാസക്കാലത്തെ ഏകാധിപത്യ ഭരണം ലോകത്തിന് ഭാരതത്തിൽ നിന്ന് നിരവധി കാര്യങ്ങൾ പഠിക്കാനുണ്ടെങ്കിലും ഇത് ഭാരതത്തിലെ ജനങ്ങൾക്കുള്ളൊരു ഒന്നാന്തരം പാഠമാണ്. ഇന്ന് മാത്രമല്ല, ഈ പാഠത്തെ ഉൾക്കൊണ്ട യഥാർത്ഥത്തിൽ സാക്ഷര കേരളമായിരുന്നില്ല, നിരക്ഷര ഭാരതമായിരുന്നു എന്നുള്ളതാണ് വസ്തുത. നിരക്ഷരരായിരിക്കുന്ന അവിടെ ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലും ഒക്കെ ഉള്ള ആളുകൾ, വിദ്യാഭ്യാസം കുറഞ്ഞ ആളുകൾ ആ കാലത്ത് അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ട് അതിശക്തമായുള്ള സമരത്തിന് ഒന്നൊന്നു മാത്രമല്ല സമരത്തിനെ ഒരു തുറന്നു കാണിക്കാൻ വേണ്ടി തയ്യാറായി. ഇതാണ് ശശി തരൂർ പറയുന്നത്. ശശി തരൂർ പറയുന്നത് നിരക്ഷരർക്കാണ് സാക്ഷരരെക്കാളും ജനാധിപത്യ ബോധമെന്നുള്ളത് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ശശി തരൂർ. ഇനിത്താൻ എന്താ തെറ്റുള്ളത്? ഒരു വസ്തുത അദ്ദേഹം തുറന്നു കാണിച്ചു. അത് ചിലപ്പോൾ കോൺഗ്രസിന് മോശമായിരിക്കാം. കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം, കോൺഗ്രസ് അല്ല കേട്ടോ, അത് വേറെ വിഷയം. ആ കോൺഗ്രസിന് മോശമായിരിക്കാം. അത് അദ്ദേഹം ചിന്തിക്കുന്നില്ല. അത് അദ്ദേഹം ചിന്തിക്കാതിരിക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ ജനാധിപത്യത്തിലുള്ള വിശ്വാസമാണ്, ഈ നാടിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹമാണ്. ഈ ജനാധിപത്യ സംവിധാനങ്ങൾ തുടർന്നു പോകേണ്ടത് നാടിന് അനിവാര്യമാണെന്നുള്ള ഉത്തമമായിട്ട് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് ഞാൻ ഈ വിഷയം മനസ്സിലാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്തായാലും അടിയന്തരാവസ്ഥയുടെ പാഠം ഉൾക്കൊണ്ടു എന്ന് പറഞ്ഞ തരൂർ ഒരു ലേഖനം എഴുതിയാൽ ഇത് ഉൾക്കൊള്ളുന്നത് കോൺഗ്രസ്സുകാരാണോ? കോൺഗ്രസ്സുകാരൊന്നും ഉൾക്കൊള്ളാൻ സാധ്യമല്ല. ഇതൊക്കെ ഉൾക്കൊള്ളുന്ന വിവരവും വിദ്യാഭ്യാസമൊക്കെ വേണം. അതൊക്കെ ശശി തരൂരിനുണ്ട്. ശശി തരൂർ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ലേഖനം ഒറ്റയടിക്ക് വായിച്ച് മനസ്സിലാക്കുന്ന എത്ര കോൺഗ്രസ്സുകാർ ഇവിടെയുണ്ട്? അവർക്കിത് മനസ്സിലാക്കാൻ സാധ്യമല്ല. അവർ ചെയ്യുന്നത് ഇതിൻ്റെ വെളിച്ചത്തിൽ ഒരു അടിയന്തരാവസ്ഥ കൂടി വന്നാൽ നല്ലതാണ്, അത് രാഹുൽ ഗാന്ധി കൊണ്ടുവന്നാൽ ഞങ്ങൾക്ക് കുറേയും കൂടി നല്ലതാണ്, അപ്പം ഞങ്ങൾക്കൊന്നും കൂടി ഇവിടെ വിലസാൻ വേണ്ടി സാധിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരു ജനാധിപത്യത്തിലോ ഒരു രാഷ്ട്രസങ്കല്പത്തിലോ വിശ്വാസമില്ലാത്ത ഒരു പറ്റം ആളുകളുടെ കേന്ദ്രമായിട്ട് ഇന്ദിരാ കോൺഗ്രസ് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ പാഠമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.